ഹായ്, ഇന്നത്തെ സ്പെഷ്യൽ വറുത്തരച്ച കടച്ചക്ക കറിയാണ്. അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടിയിൽ കടച്ചക്ക ചെറുതായി നുറുക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, സവാള, പച്ചമുളക്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇവയെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്തു വരുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായി ചീനച്ചട്ടിയിൽ ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 6-7 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ലേശം കറിവേപ്പില, കുറച്ച് കൂടുതൽ ചുവന്നുള്ളി അരിഞ്ഞത്, ഇവയെല്ലാം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. പിന്നീട് ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. മല്ലിപ്പൊടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വറ്റൽമുളക് കുറച്ച് കൂടുതൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യത്തിന് എരിവുണ്ടാവും. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഗരം മസാല ഞാനിവിടെ 2 തവണയായിട്ടാണ് ചേർക്കുന്നത്. പൊടി ചൂടാക്കുമ്പോൾ ലേശം ഗരം മസാല ചേർത്ത് ചൂടാക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പൊടികളും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഫൈനായി അരച്ചെടുക്കുക. കടച്ചക്ക ഒരു 1/4 വേവാകുമ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി മുഴുവനായും വേവിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെന്ത് കഴിയുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് താളിച്ചൊഴിക്കുന്നതിനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ചുവന്നുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല, അതുകൊണ്ട് കാച്ചി ഒഴിക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കടച്ചക്ക വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.